Hello everyone, welcome back to Janet's World. കഴിഞ്ഞൊരു വീഡിയോ ഞാൻ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. കേട്ടിട്ടുമായി ബന്ധപ്പെട്ട് എൻ്റെ എക്സ്പീരിയൻസും കാറ്റഗറി 3 എങ്ങനെ പാസ്സാവാൻ സാധിച്ചു എന്നൊക്കെ എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട്. അതുപോലെ തന്നെ കഴിഞ്ഞൊരു വീഡിയോയിൽ സൈക്കോളജിയുടെ സിലബസ് നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു. ഇന്നത്തെ ഒരു വീഡിയോയിൽ പാർട്ട് 2ഉം 3യുമായ ലാംഗ്വേജ് ആൻഡ് ഓപ്ഷൻ്റെ സിലബസും അത് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഡീൽ ചെയ്യുന്നത്. ആദ്യം നമുക്ക് ലാംഗ്വേജ് നോക്കാം. മലയാളം ഓർ ഇംഗ്ലീഷ് ആയിരിക്കും നമ്മൾ സെലക്ട് ചെയ്തിട്ടുണ്ടാവുക. മലയാളത്തിൽ വരുന്ന സിലബസ് അവതാരണം ഗദ്യം, അവതാരണം പദ്യം, ആശയവിനിമയം, ഭാഷാജ്ഞാനം എന്നിവയാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഇതായിരുന്നു എൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ. സ്റ്റാർട്ടിങ്ങിൽ നമുക്ക് ഇൻസ്ട്രക്ഷൻസ് ഒക്കെ തന്നിട്ടുണ്ടാവും. ആദ്യം തന്നെ ചോദിച്ചത് താഴെ കൊടുത്തിരിക്കുന്ന ഗദ്യഭാഗം വായിച്ച് തുടർന്നുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകുക. അതായത് പാരഗ്രാഫ് ക്വസ്റ്റ്യൻ ആയിരുന്നു. 41 മുതൽ അങ്ങനത്തെ ചോദ്യങ്ങളായിരുന്നു വന്നിട്ടുണ്ടായിരുന്നത്. തന്നിരിക്കുന്ന കവിതാഭാഗം വായിച്ച് തുടർന്നുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതാനും പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒരു കാര്യം ശ്രദ്ധയിൽപ്പെടുത്താണ്, എപ്പോഴും ഏത് ക്വസ്റ്റ്യൻസ് ആണെങ്കിൽ തന്നെയും പാരഗ്രാഫ് ക്വസ്റ്റ്യൻസ് വരുമ്പോൾ ഏറ്റവും ലാസ്റ്റ് വേണം അറ്റംപ്റ്റ് ചെയ്യാൻ. കാരണം ആ പാരഗ്രാഫ് വായിച്ച് അർത്ഥം മനസ്സിലാക്കി വരുമ്പോൾ ഒരുപാട് സമയം പോവും. അപ്പോൾ ഏറ്റവും ലാസ്റ്റ് അത് അറ്റംപ്റ്റ് ചെയ്യണേ. പാരഗ്രാഫ് ക്വസ്റ്റ്യൻസ് ഞാൻ പറഞ്ഞല്ലോ, ഒരിക്കലും സ്റ്റാർട്ടിങ്ങിൽ എഴുതരുത്, കുറേ സമയം പോവും. എല്ലാ ക്വസ്റ്റ്യൻസും ഫില്ല് ചെയ്തതിന് ശേഷം മാത്രമാണ് പാരഗ്രാഫിലേക്ക് തിരിച്ചു വരാവൂ. ഇംഗ്ലീഷിലെ 3 പോർഷൻസ് ആണുള്ളത്: കോംപ്രിഹെൻഷൻ, എലമെൻറ്റ്സ് ഓഫ് ലാംഗ്വേജ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ. ഇംഗ്ലീഷ് ക്വസ്റ്റ്യൻ പേപ്പറിൽ ആദ്യം തന്നെ ഒരു പാരഗ്രാഫ് ക്വസ്റ്റ്യൻ ആയിരുന്നു. പാർട്ട് 3 സബ്ജക്ട് സ്പെസിഫിക് ഏരിയാസ്. മലയാളം ഭാഷാ പഠനത്തിൻ്റെ ബോധനശാസ്ത്രം, ഭാഷാ പഠനത്തിൻ്റെ ഉള്ളടക്കം, ഇംഗ്ലീഷ് പെഡഗോഗിക്കൽ അണ്ടർസ്റ്റാൻഡിംഗ്, കോണ്ടന്റ്, കോൺസെപ്റ്റ്സ് ആൻഡ് ഐഡിയാസ്, ഫിസിക്കൽ സയൻസിൽ ഫിസിക്സ് ആൻഡ് കെമിസ്ട്രി ഉണ്ട്. ഫിസിക്സിൽ വേവ് മോഷൻ, ലൈറ്റ്, ഫോഴ്സ് ആൻഡ് പ്രഷർ, ഹീറ്റ്, മോഷൻ, ഗ്രാവിറ്റേഷൻ, വർക്ക് ആൻഡ് എനർജി, ഇലക്ട്രിസിറ്റി ആൻഡ് മാഗ്നറ്റിസം, ഇഫക്ട്സ് ഓഫ് കറന്റ് ആൻഡ് ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ, ഇലക്ട്രോണിക്സ്. Next, chemistry, physical changes and chemical changes, atoms and molecules, metals, solutions, colloids, nature of matter, separation of mixtures, periodic table and chemical bonding, non-metals, organic compounds, acids and alkalis, gas laws, chemical reactions and mole concept. ഇതിലെ പെഡഗോഗി എന്ന പോർഷനും കൂടി വരുന്നുണ്ട് കേട്ടോ. നമ്മുടെ BEdന് ഓപ്ഷൻ പഠിക്കുന്നുണ്ടല്ലോ, ആ സബ്ജക്റ്റ് പോർഷൻസ് ആണ് പെഡഗോഗി എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നെക്സ്റ്റ്, നാച്ചുറൽ സയൻസ്, ലിവിങ് വേൾഡ്, biological classification, plant kingdom, animal kingdom,
morphology of angiosperms, cell and cell division, anatomy of plants, human physiology, reproductive health, human health and diseases, reproduction in plants, reproduction in angiosperms, transport in plants, mineral nutrition, and photosynthesis. Respiration in plants, growth and development, inheritance and variations, molecular basis of inheritance, strategies in enhancement of food production, biotechnology principles applications, microbes in human welfare, organism, environmental issues, evolution, biodiversity and conservation. ഇതിലും പെഡഗോഗിയുടെ പോർഷൻസ് വരുന്നുണ്ട്. അതായത് ഓപ്ഷനിൽ പഠിക്കുന്ന അതേ പോർഷൻസാണ് ഇതിലെ വേരിയസ് ഹെഡിങ്ങിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. നെക്സ്റ്റ് മാത്തമാറ്റിക്സ്, അരിത്മെറ്റിക്, ആൾജിബ്ര, ട്രിഗോണോമെട്രി, ജിയോമെട്രി, സ്റ്റാറ്റിസ്റ്റിക്സ് ആൻഡ് പ്രോബബിലിറ്റി. ഇതിലും പെഡഗോഗിയുടെ പോർഷൻസ് വരുന്നുണ്ട്. മാത്സുകാർ പഠിക്കുന്ന BEd പഠിക്കുന്ന ഓപ്ഷണൽ സബ്ജക്റ്റിൽ നിന്നാണ് ഇത്തരം ചോദ്യങ്ങൾ വരുന്നത്. നെക്സ്റ്റ് സോഷ്യൽ സയൻസ്. സോഷ്യൽ സയൻസിലെ ഹിസ്റ്ററി, ജോഗ്രഫി, ഇക്കണോമിക്സ്, പൊളിറ്റിക്കൽ സയൻസ്, പെഡഗോഗി ഉൾപ്പെടുന്നുണ്ട്. ഹിസ്റ്ററിയിലെ കേരള ഹിസ്റ്ററി, ഇന്ത്യൻ ഹിസ്റ്ററി, വേൾഡ് ഹിസ്റ്ററി, ജോഗ്രഫിയിലെ അറ്റ്മോസ്ഫിയർ, ലിത്തോസ്ഫിയർ, ഹൈഡ്രോസ്ഫിയർ, മോഡേൺ ടെക്നിക്സ് ഇൻ ജോഗ്രഫി, കോണ്ടിനെൻറ്റ്സ് ഓഫ് ദ വേൾഡ്, ഇന്ത്യ, മാപ്പ് ആൻഡ് മാപ്പ് സ്റ്റഡി. ഇക്കണോമിക്സിലെ ഇക്കണോമിക് ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെൻറ്റ്, സെക്ടേഴ്സ് ഓഫ് ഇക്കണോമി, ഇക്കണോമിക് സിസ്റ്റം ആൻഡ് സ്റ്റേറ്റ് ഫിനാൻസ്, മണി ആൻഡ് ഫിനാൻഷ്യൽ സിസ്റ്റം ആൻഡ് ഗ്ലോബലൈസേഷൻ. നെക്സ്റ്റ് പൊളിറ്റിക്കൽ സയൻസ്, ഡെമോക്രസി, India, Constitution, Government and Politics, Local Self-Governments, Politics in India, Human Rights, International Organizations. പെഡഗോഗിയിൽ ഉൾപ്പെടുന്ന പോർഷൻസ്. സോഷ്യൽ സയൻസിലെ നമ്മൾ BEd പഠിക്കുമ്പോൾ ഓപ്ഷണൽ സബ്ജക്റ്റിൽ നിന്നാണ് ഇത്തരം ചോദ്യങ്ങൾ ഉണ്ടാവുക. അങ്ങനെ കാറ്റഗറി 3യിലെ പാർട്ട് 1, പാർട്ട് 2, പാർട്ട് 3 ഫുൾ കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ്. ഹോൾ സിലബസ് ഇവിടെ കൊടുത്തിട്ടുണ്ടായിരുന്നു. സോ ഫ്രണ്ട്സ്, ബെസ്റ്റ് വിഷസ് ഫോർ യുവർ എക്സാം ആൻഡ് മേ യുവർ ഡ്രീം കം ട്രൂ. Don't forget to like, share, subscribe my channel. Thanks for watching.